2023 മുതൽ എനിക്ക് വളരെ വിചിത്രമായിട്ടുള്ളൊരു രോഗം പിടിപെട്ടു. അതായത് എൻ്റെ ഏനിയൽ ഏരിയയിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇച്ചിങ് സ്റ്റാർട്ടായി. ഇതെന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ ആദ്യം ഞാൻ നമ്മുടെ ഈ ഇൻറ്റസ്റ്റൈൻ, ഈ റെക്ടം, ഏനിയൽ ഏരിയ ഒക്കെ കൺസൾട്ട് ചെയ്യുന്ന പ്രോക്ടോളജിസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടേഴ്സിനെയാണ്. ബാംഗ്ലൂരിലുള്ള പ്രോക്ടോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഉള്ളിൽ ഫിഷർ ഉള്ളതുകൊണ്ട്, അതായത് ഒരു മുറി പോലെ വന്നേക്കുന്നതുകൊണ്ടും അതിനോടനുബന്ധിച്ച് പുറത്ത് ഹെമറോയിഡ്സ്, അതായത് ചെറിയ ചെറിയ മുഴകൾ വന്നേക്കുന്നതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഇച്ചിങ് എന്നും പറഞ്ഞ് അത് ഹീലാവാനുള്ള ക്രീമും ബാക്കിയുള്ള മരുന്നുകളും എനിക്ക് എഴുതി തന്നു. അതൊരു 1-2 മാസത്തെ കോഴ്സായിരുന്നു. ഞാൻ ആ കോഴ്സ് മൊത്തം എടുത്ത് കംപ്ലീറ്റ് ചെയ്തു. അത് നമ്മൾ ഈ മരുന്ന് എടുക്കുമ്പോൾ ചെറിയൊരു റിലീഫ് ഉണ്ടാവുന്നല്ലാതെ വീണ്ടും ഈ ഇച്ചിങ് വീണ്ടും തുടങ്ങി. ഇത് രൂക്ഷമായി കഴിഞ്ഞിട്ട് എനിക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അടുത്ത പ്രോക്ടോളജിസ്റ്റിനെ, അതിലും കൂടിയ ഭയങ്കര ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചെയിനിലൊരു അറിയപ്പെടുന്ന ഒരു പ്രോക്ടോളജിസ്റ്റിനെ ഞാൻ വീണ്ടും കൺസൾട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമ്മുടെ ഈ ഏനിയൽ ഏരിയയിലുള്ള സ്കിൻ എന്ന് പറയുന്നത് വളരെ തിന്നാണ്. നമ്മളതിന് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ കൊടുക്കുക, അതിനെ അഗ്രവേറ്റ് ചെയ്യുകയോ ചെയ്താൽ ആ സ്കിൻ ഇത്രയും തിന്നായതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ അതിന് ചൊറിഞ്ഞ് ഇറിറ്റേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ കണ്ടീഷൻ ഒരിക്കലും തിരിച്ചു പോകത്തില്ല. കാരണം അത് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്. അദ്ദേഹം എനിക്ക് മരുന്നോ ഒന്നും തന്നുമില്ല. പ്രോക്ടോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ഞാൻ മടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു. ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞത് ഇതൊരു അലർജിയിൽ നിന്നുണ്ടാകുന്നതായിരിക്കാം എന്നും പറഞ്ഞ് സ്റ്റെറോയിഡിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. ഒരു 10,000 രൂപ മുടക്കി ഞാൻ സ്റ്റെറോയിഡിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു. 2 ദിവസത്തേക്ക് മാത്രം എനിക്ക് റിലീഫ് ഉണ്ടായി. ഇത് വീണ്ടും തുടങ്ങി. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ കയ്യിൽ വേറെ ഓപ്ഷൻസ് ഇല്ലാതായി. പ്രോക്ടോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു, ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു. എനിക്കിതിൽ നിന്ന് ആകെ മനസ്സിലായ ഒരു കാര്യം, ഇതിൻ്റെ ഒരു കോസ് എന്താണെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ വിചാരിക്കുന്നതല്ല, ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിപൂർണ്ണ നിസ്സഹായതയിലെ അവസ്ഥയായിപ്പോയി. കാരണം നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ നമുക്ക് ഫംഗ്ഷൻ പോലും ചെയ്യാൻ പറ്റാതെ വരും. കാരണം അത്രയ്ക്കുള്ള ഇറിറ്റേഷനാണിത്. കാരണം മനുഷ്യൻ്റെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നമുക്ക് ചൊറിച്ചിൽ വന്നാൽ നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് അതിനെ ചൊറിയുക എന്നുള്ളതാണ്. ഈ കേസിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളത് ചെയ്യും തോറും രോഗം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും. പിന്നെ അതിലുപരി ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പബ്ലിക് സ്പേസിലാണ്, ഒരു ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ള ഒരു ജോലിയിൽ ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവരിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്കും നമ്മൾ നിസ്സഹായാവസ്ഥയിലായിപ്പോവും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2024 ഞാൻ കേരളത്തിലേക്ക് വന്നു. എൻ്റെ ജോലിയോടനുബന്ധിച്ച് ഇവിടെയുള്ള വീണ്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ ഞാൻ കൺസൾട്ട് ചെയ്തപ്പോൾ അവിടെ നിന്നുണ്ടായിരുന്ന ഡയഗ്നോസിസ് ഇത് ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞ് ഫംഗൽ ഇൻഫെക്ഷൻ്റെ ടാബ്ലറ്റ്സും ക്രീംസും തന്ന് അതിൻ്റെ ഒരു കോഴ്സ് ഞാൻ എടുത്തു. ഒരു കോഴ്സ് എടുത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഈ കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും. ആ കോഴ്സ് തീരുമ്പം വീണ്ടും ബാക്ക് ടു സ്ക്വയർ വൺ, വീണ്ടും ഇതേ ഇച്ചിങ്ങും ഇറിറ്റേഷനുമാണ്, ദുസ്സഹനീയമായ ഇച്ചിങ്ങും ഇറിറ്റേഷനുമാണ്.